എല്ലാവർക്കും കിനു സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ 4 മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള പെറ്റിക്കോട്ടാണ് തയ്ക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ക്ലോത്ത് എടുത്തിട്ട് ഞാൻ ഇതുപോലെ രണ്ടാക്കി മടക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ വീതി നമ്മൾ എടുത്തിട്ടുള്ളത് 16 ഇഞ്ചാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നീളം എടുത്തിരിക്കുന്നത് 12 ഇഞ്ചാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു ക്ലോത്തിനെ ഇതുപോലെ അങ്ങ് നടുമടക്കി കൊടുക്കുക കേട്ടോ. എല്ലാ വശവും ഒരേപോലെ വരുന്ന രീതിയിൽ മടക്കണം കേട്ടോ. ഇനി നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ നമ്മൾ 4.5 ഇഞ്ചിൽ ഒരു മാർക്കിംഗ് കൊടുക്കാം. അതേപോലെ തന്നെ നമുക്ക് ആം ഹോളും 4.5 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചെസ്റ്റിൻ്റെ മെഷർമെൻറ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ചെസ്റ്റ് നമ്മൾ എടുക്കുന്നത് 6.5 ഇഞ്ചാണ്. പ്ലസ് 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പൂടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചും കൂടി നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്ക് 7 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് ഈ 2 മാർക്കിങ്ങും കൂടി ഇതുപോലെ ഒരു ലൈൻ വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ആം ഹോളിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ചെറുതായി ഒന്ന് കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്കിൻ്റെ വിഡ്ത്ത് നമ്മൾ 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ലെങ്ത് എടുക്കുന്നത് 3 ഇഞ്ചാണ്. 3 ഇഞ്ചിലും നമുക്കൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ 2 മാർക്കിംഗ് കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതൊരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ റൗണ്ട് നെക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തായിട്ട് ഇതുപോലെ കർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്കിങ്ങിലൂടെ എല്ലാം കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. നമ്മൾ ഈ ഒരു ചാനലിൽ കുട്ടികൾക്കുള്ള ക്രോപ്പ് ടോപ്പ്, ഫ്രോക്ക് എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സൈഡ് ഭാഗവും ഇതേ മാർക്കിങ്ങിലൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇനി ഇത് നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി താഴ്ഭാഗത്തേക്കുള്ള ക്ലോത്താണ് ആവശ്യമുള്ളത്. ഇതിപ്പോൾ ഞാൻ രണ്ടാക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഈ ക്ലോത്തിൻ്റെ നമ്മൾ വിട്ടെടുക്കുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അതായത് നമ്മൾ ആദ്യം വെട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ക്ലോത്ത് ഉണ്ടല്ലോ, ഇതിൻ്റെ താഴ്ഭാഗത്തെ വീതി അതാണ് നമുക്ക് 16 ഇഞ്ച് കിട്ടുന്നത്. ഇതിൻ്റെ ഇരട്ടിയാണ് കേട്ടോ. നമ്മൾ ഇരട്ടി വീതി എടുക്കണം താഴ്ഭാഗത്തേക്കുള്ള ക്ലോത്തിന് കേട്ടോ. ഇനി നമ്മൾ ഇതിൻ്റെ നീളം എടുക്കുന്നത് 15.5 ഇഞ്ചാണ് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഒരു ക്ലോത്ത് കൂടെ ആവശ്യമുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ ഇതിൻ്റെ നല്ല വശം ആദ്യം ഇതുപോലെ വെക്കുക കേട്ടോ. എന്നിട്ട് അടുത്ത ക്ലോത്തിൻ്റെ നല്ല വശവും ഇതുപോലെ ചേർത്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുക്കാം കേട്ടോ. 1/4 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ 2 ഷോൾഡറും ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഇതുപോലെ നിവർത്തി വെക്കാം കേട്ടോ. നിവർത്തി വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ മറുഭാഗം എടുക്കുക. മറുഭാഗം എടുത്തിട്ട് നെക്ക് നമുക്ക് ചെറുതായിട്ട് 2ആക്കി ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം കേട്ടോ.
ഈ നെക്ക് ഫുള്ളായിട്ട് നമ്മൾ ഇതുപോലെ രണ്ടാക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും തയ്ച്ചെടുക്കുക കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്, നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആം ഹോളിൻ്റെ ആ ഒരു സൈഡ് ഉണ്ടല്ലോ, ഈ ഒരു സൈഡ് നമുക്ക് ഇതുപോലെ തന്നെ രണ്ടാക്കി മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഭാഗം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ഇനി ഇതേപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് സൈഡും ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ക്ലോത്തിനെ ഇതുപോലെ നടുമടക്കി കൊടുക്കാം. മടക്കിയിട്ട് ഇതിനെ ഒന്നുകൂടെ ഒന്ന് മടക്കി, ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ചെറിയൊരു കട്ട് കൊടുക്കുക കേട്ടോ. നിവർത്തിയെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയൊരു കട്ടിങ്ങേ കൊടുക്കാൻ പാടുള്ളേ. ഇനി ഇതേപോലെ തന്നെ നമ്മൾ താഴോട്ടേക്ക് ക്ലോത്ത് കട്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെ സെൻറ്റർ ഭാഗത്തും ചെറുതായൊരു കട്ടിങ് കൊടുക്കുക. എന്നിട്ട് ഈ ക്ലോത്തിനെ നമുക്ക് ഇതുപോലെ നിവർത്തി വയ്ക്കാം. എന്നിട്ട് താഴേക്കുള്ള ക്ലോത്ത് ഉണ്ടല്ലോ, അതിൻ്റെ നല്ല ഭാഗം ചേർന്ന് വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുക. ഈ രണ്ട് സെൻറ്റർ ഭാഗവും ഒരുപോലെ വെച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ ചെറുതായി ഒന്ന് തയ്ച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ചെറിയ ചെറിയ ഞൊറിവുകളായി ഇട്ട് കൊടുത്തിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഹാഫ് പോർഷൻ ഉണ്ടല്ലോ, അതും കൂടി നമുക്കൊന്ന് ഇതുപോലെ തിരിച്ച് വെച്ചതിന് ശേഷം ഞൊറിവിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ ഒരു സൈഡിൽ ഫുള്ളായിട്ട് ഞൊറിവിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡും ഞൊറിവിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിൻ്റെ താഴ്ഭാഗം ഇതുപോലെ നമുക്ക് 1/4 ഇഞ്ചിൽ രണ്ടാക്കി മടക്കിയിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ അടുത്ത സൈഡും തയ്ച്ചെടുക്കണം കേട്ടോ താഴ്ഭാഗത്ത്. എന്നിട്ട് ഇതിനെ ഇതുപോലെ മടക്കി വയ്ക്കുക. അതായത് നല്ല ഭാഗം ചേർന്ന രീതിയിൽ മടക്കി വയ്ക്കുക.
മടക്കിയിട്ട് നമ്മൾക്ക് തയ്യൽ തുമ്പ് നമ്മൾ എത്രയാണോ വിട്ടിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇവിടെ നമ്മൾ 1 ഇഞ്ചല്ലേ നീക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് ഇതങ്ങ് ചേർത്ത് തയ്ച്ചു കൊടുക്കാം. ഇപ്പം നമ്മൾ ഒരു ഭാഗം ചേർത്ത് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത ഭാഗവും നമുക്ക് 1 ഇഞ്ച് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. ഇപ്പം നമ്മളുടെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ നമ്മളുടെ പെറ്റിക്കോട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്